നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. വാഴൂർ പഞ്ചായത്തിന്റെ പഴയ ഷോപ്പിംഗ് കോംപ്ലക്സ് പൂർണ്ണമായും അപകടാവസ്ഥയിൽ. പിൻഭാഗത്തെ ഷെയ്ഡ് പൊളിഞ്ഞു വീണു. കെട്ടിടം പൊളിക്കാൻ സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തത് പ്രശ്നം സങ്കീർണമാക്കുന്നു. കുമരകത്ത് രാത്രി ഉത്സവം. സ്ത്രീകളുടെ രാത്രിയാത്ര സുരക്ഷ ഉറപ്പാക്കും. സുരക്ഷാ ഓഡിറ്റ് നടത്തും. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയിൽ ഭിന്നിപ്പ്. സംസ്ഥാന ജില്ലാ നേതാക്കൾ NDA ഘടകകക്ഷിയായ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസിൽ. ലയന സമ്മേളനം ഫെബ്രുവരി 1-ന്. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് മത്സരം. കോട്ടയം ജില്ലാതല മത്സരത്തിന് 40 ടീമുകൾ യോഗ്യർ. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പങ്കെടുത്തത് 108 ടീമുകൾ. വാർത്തകൾ വിശദമായി. വാഴൂർ പഞ്ചായത്തിന്റെ അപകടാവസ്ഥയിലായ പഴയ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പിൻഭാഗത്തെ ഷെയ്ഡ് പൊളിഞ്ഞു വീണു. അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു നീക്കാൻ തീരുമാനമുണ്ടായെങ്കിലും സർക്കാരിൽ നിന്നും അനുമതി ലഭിച്ചിരുന്നില്ല. സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി KK റോഡിന്റെ വശത്തും കെട്ടിടത്തിന്റെ പിൻവശത്തും കയറുകെട്ടി വേലി സ്ഥാപിച്ചു. 30 വർഷം മുൻപ് നിർമ്മിച്ചതാണ് 3 നിലകളുള്ള വാഴൂർ പഞ്ചായത്തിന്റെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ്. വർഷങ്ങൾക്ക് മുൻപ് മുകൾ നിലയിൽ ചോർച്ച ഉണ്ടായതോടെ എഞ്ചിനീയറിംഗ് വിഭാഗം കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനാൽ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചിരുന്നില്ല. ഇതിനിടയിൽ 2 ദിവസം മുൻപ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പിൻഭാഗത്തെ ഷെയ്ഡ് പൊളിഞ്ഞു വീണു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 4 മണിയോടെയായിരുന്നു സംഭവം. ഇതോടെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് പോകുന്ന ഗേറ്റ് അടച്ചുപൂട്ടി. സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി KK റോഡിന്റെ വശത്തും കെട്ടിടത്തിന്റെ പിൻഭാഗത്തും കയർകെട്ടി വേലി സ്ഥാപിച്ചിട്ടുണ്ട്. ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചുമാറ്റുന്നതിന് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം തയ്യാറാക്കിയ റിപ്പോർട്ടും എസ്റ്റിമേറ്റും പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ മുഖാന്തരം തദ്ദേശ ഭരണവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ചിരുന്നു. സർക്കാരിൽ നിന്നും അനുമതി ലഭിക്കുന്നതിന് കാലതാമസം വന്നതാണ് കെട്ടിടം പൊളിക്കുന്നതിന് തടസ്സമായതെന്നും തൊട്ടടുത്ത ദിവസം തന്നെ വേണ്ട നടപടികൾ ചെയ്യുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് S. പുഷ്കലാദേവി പറഞ്ഞു. യഥാർത്ഥത്തിൽ കേടാണ്, ഇത് പൊളിച്ചു കളയണം എന്ന് AXയും AEയും ഒക്കെ പറഞ്ഞ സാഹചര്യത്തിൽ കമ്മിറ്റി റെസൊല്യൂഷൻ പാസ്സാക്കി, പഞ്ചായത്ത് കമ്മിറ്റി റെസൊല്യൂഷൻ പാസ്സാക്കി കെട്ടിടം പൊളിച്ചു കളയാനുള്ള തീരുമാനവും എടുത്തിട്ടുള്ളതാണ്. പക്ഷേ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. അതിലെല്ലാം കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും നിറവേറ്റി ആ കെട്ടിടം ഇടിച്ചു കളയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക അനുവാദം വാങ്ങേണ്ടിയിരുന്നു. അനുവാദത്തിന് വേണ്ടിയിട്ട് അയച്ച ഫയല് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉണ്ട്. അത് റവന്യൂ വകുപ്പിൽ, എന്തോ വകുപ്പ് തെറ്റിയിട്ടാണെന്ന് തോന്നുന്നു, റവന്യൂ വകുപ്പിലുണ്ടെന്നാണ് അന്വേഷണത്തിൽ അറിയാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും നാളെയോ നാളെ കഴിഞ്ഞോ തിരുവനന്തപുരത്തിൽ പോയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ നീക്കും എന്ന് ഉറപ്പ് തരുന്നു. പഞ്ചായത്ത് കമ്മിറ്റിയും അത് തന്നെയാണ് ചർച്ച ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. സ്ത്രീകളുടെ രാത്രിയാത്രാ സുരക്ഷ മുൻനിർത്തി കുമരകത്ത് രാത്രി ഉത്സവം നടത്തി. നിരവധി സ്ത്രീകൾ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവച്ചു. സ്ത്രീകളുടെ രാത്രിയാത്രയിലെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി കുമരകത്ത് രാത്രി ഉത്സവം സംഘടിപ്പിച്ചു. വനിതാ കമ്മീഷന്റെ സുരക്ഷാ ഓഡിറ്റ് പദ്ധതിയുടെ ഭാഗമായാണ് രാത്രി ഉത്സവം സംഘടിപ്പിച്ചത്. രാത്രിയാത്ര വേളകളിൽ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ അവരിൽ നിന്നും നേരിട്ട് മനസ്സിലാക്കാനും അവ തരണം ചെയ്യുന്നതിലേക്കുമായി അവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ ശുപാർശകളാക്കി സർക്കാരിലേക്ക് സമർപ്പിക്കുക എന്നതുമായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. കുമരകം പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള ഗവൺമെന്റ് മിനി HS അങ്കണത്തിലായിരുന്നു പരിപാടി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ഔദ്യോഗിക പക്ഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടിയുടെ അഴിമതിയിലും മതേതര വിരുദ്ധതയിലും പ്രതിഷേധിച്ച് സംസ്ഥാന ജില്ലാ മണ്ഡലതല നേതാക്കൾ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസിൽ ചേർന്നു. ഫെബ്രുവരി 1-ന് കടുത്തുരുത്തിയിൽ ലയന സമ്മേളനം നടക്കും. കേന്ദ്രത്തിൽ ശരത് പവാർ നേതൃത്വം കൊടുക്കുന്ന NCP കേരള ഘടകം സംസ്ഥാന ജില്ലാ മണ്ഡലതല കമ്മിറ്റി നേതാക്കളും പ്രവർത്തകരും രാജിവെച്ച് NDA ഘടകകക്ഷിയായ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസിൽ ലയിക്കാൻ തീരുമാനിച്ചു. പാർട്ടി സംസ്ഥാന പ്രസിഡന്റിന്റെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ചാണ് നടപടി. സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് കുട്ടിയുടെ അഴിമതിക്കും മതേതര വിരുദ്ധതയ്ക്കും വർഗീയവും വംശീയവുമായ നടപടികളിലും പ്രതിഷേധിച്ചാണ് പാർട്ടി നേതാക്കൾ കൂട്ടത്തോടെ രാജിവെച്ച് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസിൽ ചേരുന്നത്. കളമശ്ശേരിയിൽ ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് NCPയെ മുസ്ലിം ലീഗിന്റെ പാളയത്തിലെത്തിച്ച് വലിയ രീതിയിലുള്ള രാജ്യവിരുദ്ധ വിഘടനവാദത്തിലേക്ക് നയിക്കുന്നതായി നേതാക്കൾ ആരോപിച്ചു. NCPയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പാർട്ടി നൽകിയ ഫണ്ടാണ് മുഹമ്മദ് കുട്ടി മറ്റു കാര്യങ്ങൾക്കായി വിനിയോഗിച്ചത്. നാളിതുവരെ സംസ്ഥാന കമ്മിറ്റിയിൽ വരവ് ചിലവ് കണക്കുകൾ കാണിക്കുകയോ സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരത്തിന് വയ്ക്കുകയോ ചെയ്തിട്ടില്ല. കൂടാതെ കേന്ദ്രത്തിൽ NDA ഘടകകക്ഷിയായി പ്രവർത്തിക്കുന്ന NCPയെ കേരളത്തിൽ ഒരു കാരണവശാലും NDAയുമായി ബന്ധിപ്പിക്കില്ലെന്ന നിലപാടിലാണ് മുഹമ്മദ് കുട്ടിയെന്നും പ്രവർത്തകർ ആരോപിച്ചു. കേരളത്തിലും NDAയുമായി സഹകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതാണ് ശരിയായ രാഷ്ട്രീയ സമീപനമെന്നും അതുകൊണ്ട് അതിന് വേണ്ട ശ്രമങ്ങൾ നടത്തണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. ഞങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് സംസ്ഥാന കമ്മിറ്റിയിലെ ഭൂരിപക്ഷ അംഗങ്ങളും ഒരു മറ്റ് പ്രദേശത്തുള്ള നൂറുകണക്കിന് പ്രവർത്തകർ
പക്ഷെ അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞത് ഒരു വംശീയപരമായ ഒരു കാഴ്ചപ്പാടിലാണ് പ്രശ്നങ്ങളെ കണ്ടത്. ഞാനത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞൊരു വർഗീയപരമായ കാഴ്ചപ്പാടിലാണ് അദ്ദേഹം പ്രശ്നങ്ങളെ കണ്ടത്. ഫെബ്രുവരി 1 കടുത്തുരുത്തിയിൽ നടക്കുന്ന ലയന സമ്മേളനം നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടി സംസ്ഥാന ചെയർമാൻ കുരുവിള മാത്യൂസ് ഉദ്ഘാടനം ചെയ്യുമെന്നും പാർട്ടി ജില്ലാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് മത്സരത്തിന്റെ സ്കൂൾ വിഭാഗത്തിൽ കോട്ടയം ജില്ലാതല മത്സരത്തിന് 40 ടീമുകൾ യോഗ്യത നേടി. കോട്ടയം വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും 123 ടീമുകളും കടുത്തുരുത്തിയിൽ നിന്ന് 73 ടീമുകളും പാലായിൽ നിന്ന് 71 ടീമുകളും കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് 108 ടീമുകളും പങ്കെടുത്തു. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് മത്സരത്തിന്റെ സ്കൂൾ വിഭാഗത്തിൽ കോട്ടയം ജില്ലാതല മത്സരത്തിന് 40 ടീമുകൾ യോഗ്യത നേടി. ഇന്നലെ നടന്ന വിദ്യാഭ്യാസ ജില്ലാതല മത്സരത്തിൽ വിജയികളായ ടീമുകളാണ് ജില്ലാതലത്തിൽ മത്സരിക്കുക. ഓരോ ടീമിലും 2 പേർ വീതമാണ് ഉള്ളത്. സ്കൂൾ തല മത്സരത്തിലെ വിജയികളാണ് വിദ്യാഭ്യാസ ജില്ലാതല മത്സരത്തിൽ പങ്കെടുത്തത്. MD സെമിനാരി HSS കോട്ടയം, AJJM ഹയർ സെക്കൻഡറി സ്കൂൾ തലയോലപ്പറമ്പ്, സെന്റ് തോമസ് HSS ഓഡിറ്റോറിയം പാല, SD സ്കൂൾ ഹാൾ കാഞ്ഞിരപ്പള്ളി എന്നിവയായിരുന്നു മത്സരവേദികൾ. കോട്ടയം 123, കടുത്തുരുത്തി 73, പാല 71, കാഞ്ഞിരപ്പള്ളി 108 എന്നിങ്ങനെയാണ് വിദ്യാഭ്യാസ ജില്ലകളിൽ പങ്കെടുത്ത ടീമുകളുടെ എണ്ണം. സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടുന്നവർക്ക് 5 ലക്ഷം രൂപ സമ്മാനം ലഭിക്കും. 2ഉം 3ഉം സ്ഥാനക്കാർക്ക് യഥാക്രമം 3 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും ലഭിക്കും. പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രശസ്തി പത്രവും മൊമന്റോയും നൽകും. ഫെബ്രുവരി 3ാം വാരമാണ് ഗ്രാൻഡ് ഫിനാലെ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഇലക്ട്രിക് കാർ ടെക്നോ കൾച്ചറൽ ഫെസ്റ്റിൽ ശ്രദ്ധ നേടി. മറ്റക്കര മോഡൽ പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികളാണ് കാർ നിർമ്മിച്ചത്. IHRDക്ക് കീഴിലുള്ള മറ്റക്കര മോഡൽ പോളിടെക്നിക്കിലെ ഇലക്ട്രിക്കൽ വിഭാഗം വിദ്യാർത്ഥികൾ സ്വന്തമായി നിർമ്മിച്ച ഇലക്ട്രിക് കാർ ക്യാമ്പസിൽ നടന്ന ആൾട്ടൂര 2026 ടെക്നോ കൾച്ചറൽ ഫെസ്റ്റിൽ ശ്രദ്ധേയമായി. മറ്റക്കര മോഡൽ പോളിടെക്നിക്കിലെ ഇലക്ട്രിക്കൽ അവസാന വർഷ വിദ്യാർത്ഥികളാണ് സ്ക്രാപ്പ് കടകളിൽ നിന്നും ശേഖരിച്ച മാരുതി 800ന്റെ പഴയ ബോഡിയാണ് ഇലക്ട്രോണിക് കാറാക്കി മാറ്റിയത്. ഈ കാർ ഒറ്റ ചാർജിംഗിൽ 90 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് മുഖ്യ സാരഥി മാർട്ടിൻ പറഞ്ഞു. അലൻ, മാർട്ടിൻ, ദീപക്, രാഹുൽ, ഇസ്ലാമിൻ തുടങ്ങിയ 20ഓളം വിദ്യാർത്ഥികൾ അധ്യാപകരുടെ സഹകരണത്തോടെ 1.5 മാസം കൊണ്ടാണ് കാർ നിർമ്മിച്ചത്. നിരവധി സവിശേഷതകളുള്ള ഈ ഇലക്ട്രിക് കാറിന് 1.5 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. മോഡേൺ പോളിടെക്നിക് പ്രിൻസിപ്പൽ ലിൻസി സ്കറിയയ്ക്ക് താക്കോൽ നൽകിക്കൊണ്ട് വിദ്യാർത്ഥികൾ താക്കോൽ ദാനവും പാലാ മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിയ ബിനു ഉദ്ഘാടനവും നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചേർപ്പുങ്കൽ മാർസ്ലിവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററിൽ റേഡിയേഷൻ ഓങ്കോളജി തെറാപ്പി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ഇലക്ട്ര വെർസ ലീനിയർ ആക്സിലേറ്ററിലൂടെ കുറഞ്ഞ സമയത്തിൽ വേഗമേറിയ ചികിത്സ ലഭ്യമാകും. അത്യാധുനിക ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ മാർസ്ലിവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററിൽ നൂതന സംവിധാനങ്ങളോടെ റേഡിയേഷൻ ഓങ്കോളജി തെറാപ്പി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. മാർ ജോസഫ് കിളറങ്ങാട്ട് റേഡിയേഷൻ ഓങ്കോളജി തെറാപ്പി യൂണിറ്റിന്റെ ആശീർവാദവും സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിച്ചു. വർഗീസ് മണിയക്കൽ, ഷീല മളിയക്കൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. MD മോൺസിഞ്ഞർ ജോസഫ് കുഞ്ഞടിക്കൽ, ചീഫ് ഓഫ് മെഡിക്കൽ സർവീസ് എയർ കോമഡർ ഡോക്ടർ പോളിൻ ബാബു, റേഡിയേഷൻ ഓങ്കോളജി വിഭാഗം കൺസൾട്ടന്റ് ആൻഡ് കോർഡിനേറ്റർ ഡോക്ടർ സോൻസ് പോൾ എന്നിവർ പ്രസംഗിച്ചു. ആറ്റമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ അംഗീകാരത്തോടെ ഉന്നത നിലവാരമുള്ള സാങ്കേതിക വിദ്യകളോടെയുള്ള റേഡിയേഷൻ ചികിത്സയാണ് മാർസ്ലിവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററിൽ ക്രമീകരിച്ചിരിക്കുന്നത്. പരിചയസമ്പന്നരായ റേഡിയേഷൻ ഓങ്കോളജിസ്റ്റുകൾ, റേഡിയേഷൻ ഫിസിസ്റ്റ്, റേഡിയേഷൻ തെറാപ്പിസ്റ്റുകൾ, ഓങ്കോളജി നഴ്സുമാർ എന്നിവർ ഉൾപ്പെട്ട ടീമാണ് റേഡിയേഷൻ ഓങ്കോളജി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാല. പാശ്ചാത്യ സമ്പ്രദായത്തിലുള്ള വിദ്യാഭ്യാസം ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട പ്രഥമ വനിതാ വിദ്യാലയമാണ് കോട്ടയം ബേക്കർ മെമ്മോറിയൽ സ്കൂൾ. 1819-ൽ അമേലിയ ഡറോത്തിയ ബേക്കറാണ് ഈ സ്കൂൾ സ്ഥാപിച്ചത്. 12 വിദ്യാർത്ഥികളുമായാണ് സ്കൂൾ തുടങ്ങിയത്. സ്നേഹം ഒരിക്കലും പരാജയപ്പെടരുത് എന്ന ആപ്തവാക്യവുമായി 1819-ൽ ഹെൻറി ബേക്കറുടെ ഭാര്യ അമേലിയ ഡറോത്തിയ ബേക്കർ സ്ഥാപിച്ചതാണ് അക്ഷരനഗരിയിലെ ഈ വിദ്യാലയം. പാശ്ചാത്യ സമ്പ്രദായത്തിലുള്ള വിദ്യാഭ്യാസം ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട പ്രഥമ വനിതാ വിദ്യാലയമാണ് കോട്ടയം നഗരത്തിലെ ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. സ്ത്രീകളുടെ വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് മനസ്സിലാക്കി 12 വിദ്യാർത്ഥിനികളുമായി അമേലിയ ഡറോത്തിയ ആരംഭിച്ച ഈ സരസ്വതി ക്ഷേത്രം രാജ്യത്തെ ആദ്യത്തെ പെൺപള്ളിക്കൂടമാണ്. സ്കൂളിന്റെ സ്ഥാപകയായ അമേലിയ ഡൊറോത്തിയ ബേക്കറിന്റെ പ്രതിമയും സ്കൂളിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട്. 1888-ൽ അമേലിയ ഡൊറോത്തിയ ബേക്കറിന്റെ മരണശേഷം മരുമകൾ ഫ്രാൻസിസ് ആൻ ബേക്കർ, ഇവരുടെ മക്കളായ മേരി, ആനി, ഇസബേൽ എന്നിവർ സ്കൂളിന്റെ ചുമതല ഏറ്റെടുത്തു. മേരി ആയിരുന്നു പ്രഥമ അധ്യാപിക. ബേക്കർ കുടുംബത്തിലെ 3 തലമുറകളിലെ വനിതാ മിഷണറിമാരോടുള്ള ആദരസൂചകമായി ഈ സ്ഥാപനത്തിന് ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് നാമകരണം ചെയ്തു. 1894-ലാണ് ലോവർ സെക്കൻഡറി പദവി ലഭിച്ചത്.
1904 ഹൈസ്കൂളായി ഉയർത്തി. 1998 ഹയർ സെക്കൻഡറി സ്കൂളായും ഉയർത്തപ്പെട്ടു. മധ്യ തിരുവിതാംകൂറിലെ മികച്ച ഇംഗ്ലീഷ് വിദ്യാലയങ്ങളിൽ ഒന്നാണിത്. സ്കൂളിലെ സ്ഥാപകയായ അമീലിയ ഡെറോത്തിയ ബേക്കറിന്റെ 225ാം ജന്മദിനം കഴിഞ്ഞ ദിവസം സ്കൂളിൽ വിപുലമായി ആഘോഷിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാഴൂർ പഞ്ചായത്തിന്റെ പഴയ ഷോപ്പിംഗ് കോംപ്ലക്സ് പൂർണ്ണമായും അപകടാവസ്ഥയിൽ. പിൻഭാഗത്തെ ഷെയ്ഡ് പൊളിഞ്ഞു വീണു. കെട്ടിടം പൊളിക്കാൻ സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തത് പ്രശ്നം സങ്കീർണമാക്കുന്നു. കുമരകത്ത് രാത്രി ഉത്സവം. സ്ത്രീകളുടെ രാത്രിയാത്ര സുരക്ഷ ഉറപ്പാക്കും. സുരക്ഷാ ഓഡിറ്റ് നടത്തും. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയിൽ ഭിന്നിപ്പ്. സംസ്ഥാന ജില്ലാ നേതാക്കൾ NDA ഘടകകക്ഷിയായ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസിൽ. ലയന സമ്മേളനം ഫെബ്രുവരി 1. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് മത്സരം. കോട്ടയം ജില്ലാതല മത്സരത്തിന് 40 ടീമുകൾ യോഗ്യർ. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പങ്കെടുത്തത് 108 ടീമുകൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.